നമുക്കൊന്ന് പഴനിയിൽ പോയിട്ട് വന്നാലോ? നമുക്ക് കോഴിക്കോട് മേൽപ്പഴനിയുണ്ട്, അതായത് നമ്മൾ ശരിക്കുള്ള പഴനിയിട്ട് അവരിവിടെ സ്ഥാപിച്ചതാണിത് എന്നൊക്കെയാണ് ഇത് ശാസ്ത്രം. ഞാൻ അങ്ങനെ കോഴിക്കോട് കാലകുത്തി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നേരെ മേൽപ്പഴനിയിലേക്ക് പോയി. കോഴിക്കോട്ടാണെന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം, കാരണം ഇത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നിങ്ങളെ മനസ്സ് വല്ലാണ്ട് അടുക്കുന്ന ഒരു പ്ലേസാണ്. നമ്മൾ വണ്ടി താഴെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ നടക്കുകയാണ് ചെയ്തത്. നടക്കാൻ കുറച്ച് വളവും തിരിവെല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, ചെറിയ മുട്ടുവേദനയെല്ലാം ഉണ്ടാവും. പക്ഷേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഒരിക്കലും മടുക്കൂല. കാരണം നമ്മൾ ദൈവത്തെ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഈ വളവും തിരിവെല്ലാം കണ്ടില്ലേ, കുറച്ച് നടക്കണം, അവസാനം അവിടെ എത്തും. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു തമിഴ് ലാംഗ്വേജിൽ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ ചെല്ലുന്നവർ സ്റ്റെപ്പ് കയറണം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ചുറ്റി പോവുകയാണ്. ചുറ്റി താഴോട്ട് പിറകിൽ പോയിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോകണം. അപ്പം നല്ല വെയിലുണ്ടായി, ഞാൻ ചെരുപ്പ് മുകളിൽ വെച്ച് ഊരിയിട്ടാണ് അങ്ങനെ നടന്നിട്ട് പിറകിലെത്തിയപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെപ്പ്. ഇവിടെ തല മൊട്ടയടിക്കാം കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തല മൊട്ടയടിക്കാം, നമുക്ക് നേർച്ചയും കാര്യങ്ങളുണ്ടെങ്കിലും മൊട്ടയടിക്കാം. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ആ സ്റ്റെപ്പിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വള്ളിക്കാവുകളുണ്ടാവും, വള്ളികളില്ലേ, നാഗത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട്. പിന്നെ ഇവിടെ കാണാനായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാം. പിന്നെ ഫോട്ടോസും വീഡിയോസും ഉള്ളിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മുരുകൻ, നമ്മളെ ശരവണ ദേവൻ അവിടെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഓരോ ശാസ്ത്രങ്ങളുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കത് വീണ്ടും എനിക്ക് അവിടെ പോകണം. ഞാനൊരു വൺ ഡേ ടൂർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. സർപ്പക്കാവുണ്ട്, ഗുളികനുണ്ട്, ശിവപാർവതി ഉണ്ട്, ഷിർദി സായിബാബയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരു വല്ലാത്ത, നമ്മളിപ്പോൾ നോർത്തിലൊക്കെ പോയതുപോലെ ഒരു ഫീലായിരിക്കും. ഞാൻ ഇന്നലെയാണ് പോയത്. ഇന്നലെ അവിടെ സർപ്പബലിയായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് പാട്ട് കേൾക്കുന്നത് സർപ്പബലിൻ്റെ സമയത്ത്. അതൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് മടങ്ങിയത്. കുന്ന് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇറങ്ങുമ്പോൾ വളരെ സംതൃപ്തിയായിരുന്നു, സന്തോഷമായിരുന്നു. എല്ലാവരും പോകണം കേട്ടോ.